തിരുവനന്തപുരം കാസർഗോഡ് ഹൈവേയുടെ സൈഡിലായിട്ടാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. വളാഞ്ചേരിയിലാണ്. ഇവിടുന്ന് ഏകദേശം 13 കിലോമീറ്റർ ആണ് സോഷ്യൽ മീഡിയയിലൂടെ ട്രെൻഡിങ് ആയ അയ്യപ്പനവ് വാട്ടർഫാൾസിലേക്ക് ഉള്ളത്. അപ്പൊ നമുക്കൊന്ന് പോയി നോക്കാം. ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിലെ ഏറ്റവും പുതിയ ഹൈവേ ആയ നാഷണൽ ഹൈവേ 66ലൂടെയാണ്. ഇതിൽ പോകുമ്പോൾ തന്നെ നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആണ് കേട്ടോ. നല്ല പരന്നു കിടക്കുന്ന ഹൈവേ ആയതുകൊണ്ട് തന്നെ വിശാലമായി നമുക്ക് പോകാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഈ ഹൈവേ ബൈക്ക് യാത്രക്കാർക്കൊക്കെ അലൗഡാണ്. ഇനി കുറച്ചു കഴിഞ്ഞാൽ ഇത് ബൈക്ക് യാത്രക്കാർ അതുപോലെ ഓട്ടോറിക്ഷ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ വാഹനങ്ങൾക്കൊന്നും ഈ ഹൈവേയിലൂടെ പ്രവേശിക്കാൻ കഴിയില്ല. 2021 മുതലാണ് ഈ ഒരു ഹൈവേയുടെ നിർമ്മാണം കേരളത്തിൽ തുടങ്ങുന്നത്. കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെയുള്ള 9 ജില്ലകളിലൂടെയാണ് ഈ ഒരു പാത കടന്നു പോകുന്നത്. പറ്റുകയാണെങ്കിൽ ഈ ഹൈവേയിലൂടെ ഒന്ന് യാത്ര ചെയ്യണം. ബൈക്കിലാണെങ്കിൽ അത്രയും നല്ലത്. നമ്മളിപ്പോൾ വളാഞ്ചേരി വയഡക്റ്റിന്റെ അടുത്തെത്തി. ഇനി വയഡക്റ്റിന്റെ കുറച്ച് വിശേഷങ്ങൾ അറിയാം. നമ്മളിനി പോകുന്നത് വളാഞ്ചേരി വയഡക്റ്റിലൂടെയാണ്. ഏകദേശം 2 കിലോമീറ്ററോളം നിർമ്മിച്ച ഈ ഒരു വയഡക്റ്റ് സൗത്ത് ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയ വയഡക്റ്റ് ആണ്. ഇനി വയഡക്റ്റ് എന്താണെന്ന് പറഞ്ഞുതരാം. ഏതെങ്കിലും കുന്നുകളിലൂടെയോ വലിയ വലിയ പുഴകളുടെ മുകളിലൂടെയോ നിർമ്മിക്കുന്ന വലിയ വലിയ തൂണുകളോട് കൂടിയ പാലങ്ങളാണ് വയഡക്റ്റുകൾ. ഈ ഒരു പാലത്തിന്റെ അതായത് വയഡക്റ്റിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഏകദേശം 3 നില കെട്ടിടത്തിന്റെ അത്രയും വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി നമ്മൾ പോകുന്നത് ആ മനോഹരമായ വെള്ളച്ചാട്ടത്തിലേക്കാണ്. വളാഞ്ചേരി വഴിയാണ് നിങ്ങൾ വരുന്നതെങ്കിൽ 13 കിലോമീറ്ററും കോട്ടക്കൽ വഴിയാണ് നിങ്ങൾ വരുന്നതെങ്കിൽ 16 കിലോമീറ്ററുമാണ് അവിടേക്കുള്ള ദൂരം. അങ്ങനെ നമ്മൾ ഇവിടെ എത്തിയിരിക്കുകയാണ്. ദാ ഈ കാണുന്ന ചാലാണ് പിന്നെ ഒരു വെള്ളച്ചാട്ടമായി മാറുന്നത്. നമുക്ക് താഴേക്ക് പോയി നോക്കാം. ദാ ഈ ലാബിന്റെ സൈഡിലൂടെ ഒരു നടവഴിയുണ്ട് താഴത്തേക്ക്. അതിലൂടെയാണ് പോകേണ്ടത്. ഇതൊരു പ്രൈവറ്റ് സ്ഥലമാണെന്ന് തോന്നുന്നു. ഏതായാലും പോയി നോക്കാം. ഞാനിവിടെ എത്തിയത് ഏകദേശം ഉച്ചക്കാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കും ആൾക്കാരെ ഒന്നും കാണുന്നില്ല. ഏകദേശം വെള്ളച്ചാട്ടം കണ്ടു തുടങ്ങിയിട്ടുണ്ട്. താഴേക്കും വഴി കാണുന്നുണ്ട്. പോയി നോക്കാം അല്ലേ. അങ്ങനെ ഇതാ വെള്ളച്ചാട്ടത്തിന്റെ വ്യൂ പോയിന്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആ മുകളിൽ നിന്ന് കണ്ടില്ലേ, അവിടെ നിന്ന് ചെറിയ ചാലുകളായി വന്ന് പിന്നെ വലിയൊരു വെള്ളച്ചാട്ടമായിട്ടാണ് മാറുന്നത്. ഈ ഒരു കോറിയിലേക്കാണ് വെള്ളം വീഴുന്നത്. കാണുന്നതാണ് അയ്യപ്പനവ് വാട്ടർഫാൾസ്. തിരൂര് താലൂക്കിൽപ്പെട്ട ആദവനാട് എന്ന സ്ഥലത്താണ് ഈ ഒരു വാട്ടർഫാൾസ് സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് പെട്ടെന്ന് തന്നെ എത്തിപ്പെടാൻ സാധിക്കുന്ന സ്ഥലമാണിത്. പ്രകൃതിയുടെ ഒരു സുന്ദരമായ കാഴ്ചയാണ് ഇവിടെയുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ മലിനമാക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പ്ലാസ്റ്റിക്കുകളും പ്ലാസ്റ്റിക് കുപ്പികളൊക്കെ കാണാൻ കഴിഞ്ഞു. അപ്പോൾ അതൊന്നും വലിച്ചെറിയാതെ ഇതിനെ പരമാവധി സംരക്ഷിച്ച് നിലനിർത്താൻ ശ്രദ്ധിക്കുക.